നമസ്കാരം, എല്ലാ സുഹൃത്തുക്കൾക്കും സ്റ്റാർ ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ചാനൽ പുതിയതായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നിങ്ങൾ ഇനാബിൾ ചെയ്യുകയാണെങ്കിൽ തുടർന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും സമയം കഴിയാതെ നമ്മുടെ ക്ലാസ്സിലേക്ക് തന്നെ കടക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ 10th സ്റ്റാൻഡേർഡ് ബയോളജി SCRT 3rd ചാപ്റ്റർ നമ്മൾ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് 5ഓളം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 6ാമത്തെ ഭാഗമാണ്. 3rd ചാപ്റ്റർ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ്, സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശങ്ങൾ എന്ന് പറയുന്ന അധ്യായം. 5 ഭാഗങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. കാണാത്തവർ തീർച്ചയായും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 5 വീഡിയോകളുടെ ലിങ്കുകളും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുകളിൽ കാണുന്ന ഐ ബട്ടണിലും ആ പ്ലേലിസ്റ്റ് വെച്ചിട്ടുണ്ട്. ആ വീഡിയോകൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രം 6ാം ഭാഗമായ ഈ വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ 6ാമത്തെ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ കുറിച്ചാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കുറിച്ചാണ്. ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഈസ് ദ ഗ്ലാൻഡ് സിറ്റുവേറ്റഡ് ബിലോ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിന് താഴെ സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോതലാമസിന്റെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? തലാമസിന് താഴെ. തലാമസിന് താഴെ കാണുന്ന ഹൈപ്പോതലാമസ്, ആ ഹൈപ്പോതലാമസിന്റെ താഴെ കാണുന്നതാണ് പിറ്റ്യൂട്ടറി. തലാമസിന് താഴെ ഹൈപ്പോതലാമസ്, ഹൈപ്പോതലാമസിന് താഴെ പിറ്റ്യൂട്ടറി. ഈ പിറ്റ്യൂട്ടറി ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ രണ്ട് ദളങ്ങൾ കാണും. എത്ര ദളങ്ങൾ? 2 ലോബ്സ്. മുൻവശത്ത് കാണുന്ന ലോബിനെ ആൻറ്റീരിയർ ലോബ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ആൻറ്റീരിയർ ലോബ്, അതായത് മുൻദളം. പിറകുവശത്ത് കാണപ്പെടുന്ന ലോബിനെ, ദളത്തെ നമ്മൾ പോസ്റ്റീരിയർ ലോബ് എന്നാണ് വിളിക്കുന്നത്. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. പോസ്റ്റീരിയർ ലോബിനെയാണ് മലയാളത്തിൽ പിൻദളം എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. പിറ്റ്യൂട്ടറിയുടെ 2 ദളങ്ങളെ കുറിച്ചാണ് സൂചിപ്പിച്ചത്, ലോബുകളെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. മുൻവശത്ത് കാണുന്നതിനെ ആൻറ്റീരിയർ ലോബ് എന്നും പിറകുവശത്ത് കാണപ്പെടുന്ന ദളത്തെ പോസ്റ്റീരിയർ ലോബ് അഥവാ പിൻദളമാണെന്നും സൂചിപ്പിച്ചു. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ആൻറ്റീരിയർ ലോബ് അഥവാ മുൻദളം ഹോർമോണുകളെ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനാണ്. ഹോർമോണുകളെ നിർമ്മിക്കുന്നുണ്ട്, ട്രോപ്പിക് ഹോർമോണുകളെയൊക്കെ നിർമ്മിക്കുന്നുണ്ട്. എന്നാൽ പിൻദളമാവട്ടെ ഹോർമോണുകളെ സൂക്ഷിച്ചു വെക്കുന്നു, സ്റ്റോർ ചെയ്തു വെക്കുന്നു, ആവശ്യമുള്ളപ്പോൾ സ്രവിക്കുന്നു, നീഡഡ് ആയ സമയത്ത് സെക്രീറ്റ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു ഹോർമോണുകളെ. പോസ്റ്റീരിയർ ലോബ് പിൻദളം. ഹൈപ്പോതലാമസ് ഉണ്ടാക്കിയ ഹോർമോണുകളെ ആര് സ്റ്റോർ ചെയ്ത് വെക്കുന്നു? പിറ്റ്യൂട്ടറിയുടെ പിൻദളം, പോസ്റ്റീരിയർ ലോബ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു, സംഭരിച്ചു വെക്കുന്നു. നീഡഡ് ആവുമ്പോൾ, ആവശ്യമുള്ള സമയത്ത് ഇറ്റ് വിൽ സെക്രീറ്റ്, അത് സ്രവിക്കുന്നു. പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി. വി വിൽ ഡിസ്കസ് വാട്ട് ആർ ദ ഹോർമോൺസ്. അങ്ങനെ പോസ്റ്റീരിയർ ലോബ് സൂക്ഷിച്ചു വെക്കുന്ന ഹോർമോണുകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. നമുക്ക് അന്നേരം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ആൻറ്റീരിയർ ലോബുകൾ നിർമ്മിക്കുന്ന, സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണുകളാണ്. ടേബിളിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി ഹോർമോണുകളെ കാണാൻ സാധിക്കും. ഇതിൽ 1ാമത്തെ ഹോർമോണായി പറയുന്നത് TSH ആണ്. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ആക്ച്വലി
anterior lobe of pituitary is producing tropic hormones which is responsible for the control of other endocrine glands in our body. Basically, pituitary gland is controlling all other endocrine glands in our body. മറ്റു അന്തസ്രാവി ഗ്രന്ഥികളെ നിയന്ത്രിക്കുന്നുണ്ട് പിറ്റ്യൂട്ടറി. And that is the reason why pituitary is called as the master gland in our body. അതുകൊണ്ട് തന്നെയാണ് നായക ഗ്രന്ഥി, മാസ്റ്റർ ഗ്ലാൻഡ് എന്നുള്ള രീതിയിൽ പിറ്റ്യൂട്ടറിയെ വിശേഷിപ്പിക്കുന്നത്. So here TSH, as the name itself, it signifies that it is stimulating thyroid gland in our body. We know thyroid gland എവിടെയുണ്ട്? നമ്മുടെ നെക്ക് റീജിയനിൽ ഗ്രസനിയുടെ ഇരുവശത്തുമായി കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. ആ തൈറോയിഡ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടി, സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് എന്ത്? TSH, സ്റ്റിമുലേറ്റിംഗ് തൈറോയിഡ് ഗ്ലാൻഡ്. സെക്കൻഡ് ഹോർമോൺ ACTH. ACTH, it is adrenocorticotropic hormone. Adrenocorticotropic hormone. It is actually stimulating adrenal cortex. You know what is adrenal gland? The previous session we have discussed about adrenal gland, the gland which is located above the kidney. വൃക്കയുടെ മുകളിൽ കാണും. എങ്ങനെ? As if the kidney is put a cap over it. കിഡ്നി ഒരു തൊപ്പി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? That topi, that cap is called adrenal gland. Cutting that adrenal gland, 2 sections. What is that? Inner section, as you can see in the figure, inner section, it is medulla. Outer section, cortex. So medulla and cortex both are producing hormones. We have already learned about it. മുന്നേ പഠിച്ചതാ. Here, come back to this topic. ACTH, adrenocorticotropic hormone, which is stimulating adrenal cortex. Remember, adrenal cortex-നെ stimulate ചെയ്യുന്ന ഭാഗം, cortex പുറംഭാഗമാണ്. Next hormone, GTH. What is GTH? Gonadotropic hormone. GTH എന്ന് പറഞ്ഞാൽ എന്താ? ഗൊണാഡോട്രോപിക് ഹോർമോൺ എന്ന് പറയുമ്പോൾ ഗൊണാഡുകളെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. എന്താണ് ഗൊണാഡ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ പ്രൈമറി സെക്സ് ഓർഗൻ. പ്രൈമറി സെക്സ് ഓർഗനെയാണ് നമ്മൾ എന്ത് പറയാ? ഗൊണാഡുകൾ എന്ന് പറയാം. പ്രാഥമിക ലൈംഗിക അവയവങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? ഗൊണാഡ് എന്ന് പറയാം. പുരുഷന്മാരിലാണെങ്കിൽ ഗൊണാഡ് എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആയിരിക്കും, ദാറ്റ് ഈസ് വൃഷണങ്ങൾ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിലെ ഗുണാഡ് എന്ന് പറയുന്നത്, പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത്, പ്രാഥമിക ലൈംഗിക അവയവം എന്ന് പറയുന്നത് അണ്ഡാശയമായിരിക്കും, ഓവറി ആയിരിക്കും. എന്ന് പറയുമ്പോൾ ഗൊണാഡ് എന്ന് പറയുമ്പോൾ പുരുഷന്മാരിൽ വൃഷണമാണ്, ടെസ്റ്റിസ് ആണ്, സ്ത്രീകളിലാണ് അണ്ഡാശയമാണ്, ഓവറിയാണെന്ന് സാരം. അപ്പോൾ ഒരു വ്യക്തിയുടെ ശരീരത്തിലെ ഇത്തരത്തിലുള്ള ഗൊണാഡുകളെ, പ്രൈമറി സെക്സ് ഓർഗൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന, ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് ഏത്? GTH എന്ന് പറയുന്ന ഹോർമോണ്. ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെ സ്റ്റിമുലേറ്റഡ് ആയാൽ മാത്രമേ ഗൊണാഡിന് അതിൻ്റെതായ സെക്സ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ. സ്ത്രൈണ ഹോർമോണുകളുണ്ട്, ഈസ്ട്രജൻ, പ്രൊജസ്റ്റിറോൺ. പുരുഷ ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ. അപ്പം ഇങ്ങനെയുള്ള ഹോർമോണുകളെ ഗൊണാഡ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ബിഫോർ ദാറ്റ് it needed to be stimulated. For the purpose of stimulation of gonads, we have gonadotropic hormone secreted by anterior lobe of pituitary. Very, very, very important point. You should remember it. Moving on to next hormone, it is GH, growth hormone, വളർച്ചാ hormone, also called somatotropin or somatotropic hormone, STH. This is the hormone responsible for growth of our body. We are growing, right? We have grown up. Okay, ആ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ, വളർച്ചാ ഹോർമോൺ, സൊമാറ്റോട്രോപ്പിൻ or somatotropic hormone. Clear?
Then the next hormone is prolactin. This hormone is actually responsible for production of breast milk. മുലപ്പാൽ ഉൽപാദനത്തിന് വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ് prolactin എന്ന് പറയുന്ന ഹോർമോൺ. This is also produced secreted by anterior lobe of pituitary. Then we need to consider, or നമ്മൾ പിന്നീട് പഠിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോത്ത് ഹോർമോണിൻ്റെ കേസാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ഗ്രോത്ത് ഹോർമോൺ നമ്മുടെ വളർച്ചാ കാലഘട്ടത്തിൽ വി ഹാവ് ഗോട്ട് എ ഗ്രോത്ത് ഫേസ്. വളർച്ചാ കാലഘട്ടം എല്ലാ മനുഷ്യർക്കും ഈ ഒരു വളർച്ചാ കാലഘട്ടമുണ്ട്. ആ വളർച്ചാ കാലഘട്ടം, ആ ഗ്രോത്ത് ഫേസിലാണ് നമുക്ക് വളരാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. നമ്മൾ വളരുന്നത് ആ വളർച്ചാ കാലഘട്ടത്തിലാണ്. ആഫ്റ്റർ ദാറ്റ് ഗ്രോത്ത് ഫേസ്, ആ വളർച്ചാ കാലഘട്ടം കഴിഞ്ഞാൽ വി വോണ്ട് ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഗ്രോ. നമുക്ക് പിന്നീട് വളരാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ ഈ വളർച്ചാ കാലഘട്ടത്തിൽ ഗ്രോത്ത് ഫേസിൽ ഇഫ് ദ ഹോർമോൺ GH, അതായത് ഗ്രോത്ത് ഹോർമോൺ, വളർച്ചാ ഹോർമോൺ, സൊമാറ്റോട്രോപിക് ഹോർമോൺ കൃത്യമായ രീതിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ പ്രായത്തിനൊത്ത വളർച്ച നമുക്കുണ്ടാവും. നോർമലായിട്ടുള്ള ഗ്രോത്ത് നമുക്ക് ഉണ്ടായിരിക്കും. ദെൻ ഇതേ ഗ്രോത്ത് ഫേസിൽ, ഇതേ വളർച്ചാ കാലഘട്ടത്തിൽ ഈ ഗ്രോത്ത് ഹോർമോണിൻ്റെ അളവ് മോർ ദാൻ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ്, സാധാരണ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലും അധികമായി ഓവറായി സെക്രീറ്റ് ചെയ്താൽ, ഓവർ സെക്രീഷൻ സംഭവിച്ചാൽ, അമിത ഉൽപാദനമായി സംഭവിച്ചു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻ ഈസ്, ആ മനുഷ്യൻ, ആ വ്യക്തി എന്ത് ചെയ്യും, ഓവറായിട്ട് വളരും, വലിയൊരു സൈസിലേക്ക് മാറും. ദ കണ്ടീഷൻ ഈസ് കോൾഡ് ജൈജാൻറ്റിസം. ജൈജാൻറ്റിസം, ജയന്റായി മാറും. ഭീമാകാരത്വം, ജൈജാൻറ്റിസം. ആൻഡ് ഇതേ ഗ്രോത്ത് ഫേസിൽ ഇഫ് ദ ഗ്രോത്ത് ഹോർമോൺ ഈസ് അണ്ടർ സെക്രീറ്റഡ്, ഈ ഗ്രോത്ത് ഹോർമോൺ, അത് വളർച്ചാ ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ വാട്ട് ഹാപ്പൻ മീൻസ് അയാൾക്ക് വേണ്ട രീതിയിലുള്ള വളർച്ച ഉണ്ടാവുന്നില്ല. ദാറ്റ് കേസ് ഈസ് നോൺ ആസ്, ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ഡ്വാർഫിസം. അപ്പോൾ ഡ്വാർഫിസം അഥവാ വാമനത്വം എന്നാണ് പറയാം. അപ്പോൾ അണ്ടർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഇൻ ദ ഗ്രോത്ത് ഫേസ് റിസൾട്ട് ഇൻ ഡ്വാർഫിസം, വൈൽ ഓവർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഇൻ ദ ഗ്രോത്ത് ഫേസ് റിസൾട്ട് ഇൻ ജൈജാൻറ്റിസം. ക്ലിയർ ആയി മനസ്സിലാക്കാം. ഇനി ഈ പറഞ്ഞിരിക്കുന്ന വളർച്ചാ കാലഘട്ടം ഗ്രോത്ത് ഫേസിൻ്റെ കാര്യമാണ്. ഈ ഗ്രോത്ത് ഫേസ് കഴിഞ്ഞിട്ട് ചില വ്യക്തികളിൽ വാട്ട് ഹാപ്പൻ ഈസ് certain individual produce more growth hormone after the growth phase. വളർച്ച കാലഘട്ടം കഴിഞ്ഞിട്ടും ഗ്രോത്ത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഇൻ ദാറ്റ് കേസ് the bones, especially the finger bone, the jaw bone of that particular individual start growing, enlarging, and the condition is referred to as acromegaly. acromegaly എന്ന് പറയാം. വളർച്ചാ കാലഘട്ടത്തിന് ശേഷം വളർച്ചാ ഹോർമോണിൻ്റെ അളവ് വീണ്ടും വീണ്ടും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്തരം വ്യക്തികളുടെ താടിയെല്ലും കൈവിരലുകളുടെ എല്ലും ഒക്കെ വളർന്നുകൊണ്ട് അക്രോമെഗാലി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു. പോയിന്റുകൾ കൃത്യമായി മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ആൻറ്റീരിയർ ലോബ് പിറ്റ്യൂട്ടറിയുടെ പിന്തളത്തെക്കുറിച്ച് പറയാം. അതിന് പിന്തളത്തിലേക്ക് വരുമ്പോൾ പിന്തളം ഹോർമോണുകളെ നിർമ്മിക്കുന്നില്ല, മറിച്ച് ഹൈപ്പോതലാമസ് ഉണ്ടാക്കിയ ഹോർമോണുകളെ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ആവശ്യമുള്ള സമയത്ത് സെക്രീറ്റ് ചെയ്യുന്നു, സ്രവിക്കുന്നു. അപ്പോൾ അങ്ങനെ ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്നതും പിറ്റ്യൂട്ടറിയുടെ പോസ്റ്റീരിയർ ലോബ് പിന്തളം സൂക്ഷിച്ചു വെക്കുന്നതുമായ രണ്ട് ഹോർമോണുകളെ കുറിച്ച് പഠിക്കണം. ഫസ്റ്റ് വൺ ഈസ് ഓക്സിറ്റോസിൻ. അപ്പോൾ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ ദിസ് ഹോർമോൺ ഈസ് റിലേറ്റഡ് ടു ചൈൽഡ് ബർത്ത്. പ്രസവവുമായി ബന്ധമുള്ള ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അതായത് പ്രസവ സമയത്ത് നമുക്കറിയാം കുഞ്ഞ് പുറത്തേക്ക് വരണം, ഗർഭപാത്രത്തിൽ നിന്ന്, ഗർഭാശയത്തിൽ നിന്ന്, യൂട്രസിൽ നിന്ന് കുഞ്ഞ് പുറത്തേക്ക് വരണമെങ്കിൽ യൂട്രൈൻ വാൾസ് നീഡഡ് ടു ബി കൺട്രാക്റ്റഡ്. യൂട്രൈൻ വാൾസ്, ഗർഭാശയ ഭിത്തി കൺട്രാക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഗർഭാശയ ഭിത്തിയിലെ യൂട്രൈൻ വാളിലെ സ്മൂത്ത് മസിൽസ്, മെനുസപേശികൾ കൺട്രാക്ട് ചെയ്യണം, സങ്കോചിക്കണം. അങ്ങനെ സങ്കോചിക്കണമെങ്കിൽ ആ കൺട്രാക്ഷന് വേണ്ടി, വിഗറസ് കൺട്രാക്ഷന് വേണ്ടി സഹായിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ. Oxytocin produced, then what happened? The lady who is pregnant needed to deliver, that lady develops a contraction, uterine wall contraction, resulting in parturition, the childbirth. So hormone facilitating the childbirth is oxytocin. Then also the other function is that this hormone is responsible for
secretion of milk. മുലപ്പാൽ ചുരത്തുന്നതിന് വേണ്ടിയിട്ട് this hormone is helping, provides facilitating lactation. Okay, then next hormone is vasopressin. This is the hormone that is coming next. Okay, vasopressin is the hormone produced by hypothalamus, stored in posterior lobe of pituitary, secreted when needed. So vasopressin, this hormone is also called as ADH. ADH എന്ന് പറയപ്പെടും, that is anti-diuretic hormone. Anti-diuretic hormone. This is responsible for reabsorption of water in the kidney. So in kidney there is a step of reabsorption of water. So in this process what happened? The kidney will absorb maximum water content from the urine. Okay, so in that case urine quantity will be less. So vasopressin, production of vasopressin is more. Vasopressin അളവ് കൂടിയാൽ, ADH അളവ് കൂടിയാൽ യൂറിൻ്റെ അളവ് കുറയും. In summer season what happened? We know in summer season വേനൽക്കാലം ആവുന്ന സമയത്ത് we sweat more. So our body won't allow much loss of water through urine. So in that case vasopressin will absorb the water content from the urine, so urine will be least. So summer season urine is least, vasopressin production will be high. vasopressin അളവ് കൂടും, യൂറിൻ്റെ അളവ് കുറയും, മൂത്രത്തിൻ്റെ അളവ് കുറയും. റെയിനി സീസൺ, വിൻ്റർ സീസൺ ഒക്കെ ആകുമ്പോൾ നേരെ റിവേഴ്സ് ആണ്, vasopressin അളവ് കുറയും, റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ കുറയും, യൂറിൻ്റെ അളവ് കൂടും. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ആൻഡ് vasopressin അളവ് കുറഞ്ഞ് നമ്മുടെ വാട്ടർ റീഅബ്സോർപ്ഷൻ കുറഞ്ഞ് യൂറിൻ്റെ അളവ് കൂടുന്ന ആ കണ്ടീഷനെയാണ് ഡയബറ്റിസ് ഇൻസിപിഡസ് എന്ന് പറയും. ഡയബറ്റിസ് ഇൻസിപിഡസ് വിച്ച് ഈസ് ഫോളോഡ് ബൈ ദ സിംപ്റ്റം ഓഫ് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ. ഫ്രീക്വൻറ്റ് യൂറിനേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂറിൻ ടേസ്റ്റ്ലെസ് യൂറിൻ ആയിരിക്കും, ടേസ്റ്റ്ലെസ് യൂറിൻ. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് മൈ ക്ലാസ്. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഭാഗത്ത് നമ്മൾ ഇനി വരുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്നവർ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ്, നമ്മളെ വീഡിയോ കാണുന്നവരിൽ ഏറിയ പങ്കും അബവ് 50% സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അപ്ലോഡ് ചെയ്യുന്നവർക്ക് അത് വലിയൊരു പ്രോത്സാഹനം തന്നെയായിരിക്കും. തീർച്ചയായും നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാനും ശ്രമിക്കാം. അപ്പോൾ തുടർന്ന് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. അക്ഷയ്. സ്റ്റേ സേഫ്. ബൈ.